വെൽക്കം ടു ടെക് പി എസ് സി. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് എ സി മെഷീനിൽ തന്നെയുള്ള നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്ന പോർഷൻ ആണ്. ഓക്കെ, സോ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നമുക്കറിയാം, നമുക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഒരു കോമൺ ലൈഫിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോട്ടോറും കൂടെയാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയുക, നമ്മൾ ലാസ്റ്റിംഗ് ആണ്, നമുക്ക് കുറച്ചുകൂടെ എന്താണ് എക്കണോമിക്കൽ ആണ്, അതേസമയം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മോട്ടറാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫാന്, പമ്പില്, പിന്നെ എന്താണ് കംപ്രസേഴ്സില്, പിന്നെ അതുപോലെ ലിഫ്റ്റില്, കൺവേയേഴ്സില്, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിഫ്യൂസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന പോർഷൻ. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ കൺസ്ട്രക്ഷൻ, പിന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്, ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ എന്താണ് അത് റിലേറ്റ് ചെയ്ത് വരുന്ന, അതിന്റെ വർക്കിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ലിപ്പ്, പിന്നെ അതിന്റെ ടോർക്ക്, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് കാര്യങ്ങൾ, അതിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ അതിലുണ്ടാവുന്ന ലോസസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത അതിന്റെ എഫിഷ്യൻസി, എഫിഷ്യൻസി ലോസസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അതിന്റെ പവർ സ്റ്റേജ് അല്ലെങ്കിൽ പവർ ഫ്ലോ എന്ന് പറയുന്നത്. മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്, ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മോട്ടോർ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പവർ ഫ്ലോ, ഇൻപുട്ട് പവർ, അത് കഴിഞ്ഞിട്ട് അത് മെക്കാനിക്കൽ പവറിലേക്ക് നമ്മൾ എന്താ പറയാ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജസ്, പല ലെവൽസ് ഓഫ് എന്താണ് പവർ ഫ്ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് ചാപ്റ്ററിലേക്ക് കടക്കാമല്ലോ. സോ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ അത് ആരാ ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിക്ല നിക്ല ടെസ്ലയാണ് ആദ്യമായിട്ട് അത് ഇൻവെന്റ് ചെയ്തത് കേട്ടോ. ഇത് ഒരുപാട് പേര് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് റിസർച്ച് ചെയ്തെങ്കിലും ആദ്യമായിട്ടൊരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തും അതിന്റെ പേറ്റൻസ് എടുത്തതും ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ അത് യൂസ് ചെയ്തതൊക്കെ ഫസ്റ്റ് നമ്മുടെ ടെസ്ലയാണ്. പിന്നെ അത് കഴിഞ്ഞ് വെസ്റ്റിംഗ് ഹൗസ് അതിനെ എന്താ പറയാ ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് വേണ്ടിയിട്ട് അവരത് കൊണ്ടുവരും, ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. പാറ്റൻസ് ആദ്യം ടെസ്ലയാണ് എടുത്തത്. പിന്നെ ഇൻഡക്ഷൻ മോട്ടോർ, അതിന് നമുക്ക് അസിൻക്രണസ് മോട്ടോർ എന്ന് അല്ലെങ്കിൽ അസിൻക്രണസ് മെഷീൻ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ കൊടുക്കുന്ന ആ സപ്ലൈ ബേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതിലുണ്ടാകും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു സ്പീഡുണ്ട്, അതിനെ സിങ്ക്രണസ് സ്പീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ സിങ്ക്രണസ് സ്പീഡിന്റെ അത്രയും സ്പീഡിൽ ഒരിക്കലും ഇതിന്റെ നമ്മുടെ മോട്ടറിന്റെ സ്പീഡ് ഒരിക്കലും എത്താറില്ല. മോട്ടറിന്റെ സ്പീഡും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും. സോ അപ്പോൾ ഇത് ഒരിക്കലും ഇത് രണ്ടും സിങ്കിൽ ആയിരിക്കില്ല ഉണ്ടാവുക, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അസിൻക്രണസ്, അതുകൊണ്ടാണ് ഇതിനെ അസിൻക്രണസ് മോട്ടോർ അല്ലെങ്കിൽ അസിൻക്രണസ് മെഷീൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിനെ നമുക്ക് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാറുണ്ട്. അത് വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് പൊതുവെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു പവർ ട്രാൻസ്ഫർ സിസ്റ്റമാണ് ട്രാൻസ്ഫോമേഴ്സിൽ വരുന്നത്. സോ സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലും ഉള്ളത്. അതായത് അതിന്റെ ഒരു സ്റ്റേഷനറി പാർട്ടും ഒരു റൊട്ടേറ്റിംഗ് പാർട്ടും ഉണ്ട്. സോ സ്റ്റേഷനറി പാർട്ടിൽ നമ്മൾ അതിന് പവർ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും അതിലുണ്ടാവുന്ന ഒരു എന്താ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിൽ അതിന്റെ റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഒരു ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം ഒരു എന്താ പറയാ സപ്ലൈ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് മൂവ് ചെയ്ത് തുടങ്ങുന്നു. സോ ഈ ഒരു രീതിയിൽ അത് വർക്ക് ചെയ്യുന്നതിന്റെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ബേസ്ഡ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾമോസ്റ്റ് സിമിലർ ടു ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ പ്രിൻസിപ്പിളിലോട്ട് നമുക്ക് കടക്കാം. ആഹ് ഇത് മെയിൻ ആയിട്ട് എന്താ പറയാ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഫാരഡേസിലാണല്ലോ. ഫാരഡേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും അതുപോലെ തന്നെ ലെൻസസ് ലോയുടെയും കൂടി ഒരു കോമ്പിനേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട്
നമ്മുടെ ഇതിന് രണ്ട് സ്റ്റേജസ് അല്ലെങ്കിൽ രണ്ട് എന്താ പറയാ സ്റ്റേറ്റ് റോട്ടോർ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സിസ്റ്റം അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ്സും കാര്യങ്ങളും ഉണ്ട്. സോ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്, അതായത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻപുട്ട് സൈഡിലാണ്. സോ അവിടെ നമ്മൾ എന്താ പറയുക സപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് റോട്ടറിൽ റോട്ടർ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടെൻ ടു ക്രിയേറ്റ് എ ഫോഴ്സ്, ഒരു ടോർക്ക് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുക. അതിന്റെ റീസൺ എന്താണെന്ന് പറയാം. സോ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്കും അതിലൊരു ഫോഴ്സ്, അതിലൊരു ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. സോ അങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട്. നമ്മൾ ഒരു എന്താ പറയാ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു റോട്ടർ നിൽക്കുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക്കലി നമുക്ക് അവിടെ ഒരു EMF അല്ലെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ അവിടെ ജനറേറ്റ് ചെയ്യുക. സോ ഈ ഒരു ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് ഫ്ലോ ഇതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റോട്ടോ വൈൻഡിങ് എന്ന് ശ്രമിക്കും. സോ അതാണ് ലെൻസസ് ലോ പറയുന്നത്. ട്രൈ ടു ഒപ്പോസ് ദ ഫോഴ്സ് ദാറ്റ് കോസ് that produces the electromagnetic force അല്ലെങ്കിൽ the current flow in the സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടർ എന്നുള്ള രീതിയിൽ ആണ് അത് പറയുന്നത്. സോ അപ്പൊ അത് ഒപ്പോസ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇത് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു എന്താ പറയാ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇതിലുള്ള എന്താ പറയാ നമ്മുടെ കണ്ടക്ടേഴ്സിനെ എന്താ കട്ട് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കണ്ടക്ടർ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഈ പറയുന്ന കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല, കണ്ടക്ടർ സ്റ്റേഷനറി ആണ്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നു, അത് കണ്ടക്ടറിനെ കട്ട് ചെയ്താ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആണ് ഈ ഒരു കറണ്ട് അല്ലെങ്കിൽ ഈ ഒരു EMF അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ കോസ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇത് മൂവ് ചെയ്താൽ മാത്രമേ എന്താണ് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് അതിന് വേണ്ടി ട്രൈ ചെയ്യും. സോ അങ്ങനെയാണ് ആ ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ഇത് മൂവ് ചെയ്ത് തുടങ്ങുന്നത്. മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിനോടൊപ്പം, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനോടൊപ്പം ഇത് പിടിക്കാൻ നോക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഇത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇത് ആ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് സ്പീഡിനോട് ഒരേപോലെ സിങ്ക് ആയിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പോഴത് എന്താ പറയാ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിൽ കട്ടിങ് നടക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡും കണ്ടക്ടറും തമ്മിലുള്ള കട്ടിങ് വരാത്തത് കൊണ്ട് ഇത് ആ സമയത്ത് എന്താണ് ഓഫ് ആവും. ഓക്കെ. സോ എപ്പോഴാണോ നമ്മുടെ എന്താ RMFഉം അതുപോലെ നമ്മുടെ മോട്ടോർ സ്പീഡും കൂടെ ചേർന്ന് വരുന്നത്, ഒരേപോലെ വരുന്ന സിംഗിൽ വരുന്ന ആ സമയത്ത് ഇത് പ്രവർത്തിക്കത്തില്ല. കാരണം ഈ ഒരു കട്ടിങ് അവിടെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഫ്ലക്സ് അവിടെ കട്ട് ആവുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഇൻഡ്യൂസ് ചെയ്യത്തില്ല. സോ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ ഇത് ഒരിക്കലും സംഭവിക്കാറില്ല. അതുകൊണ്ടാണ് ഇതിനെ അസിൻക്രണസ് മോട്ടോർ എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഈ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ. Current carrying conductor when kept in a magnetic field will tend to create a force, and the rotor of the induction motor is now electrically connected to the stator. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഓക്കെ, രണ്ടും ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല. ഓക്കെ, but it induces a voltage or current in the rotor by transformer action, and the three-phase winding in the stator produces a rotating magnetic field in the stator core. നമ്മുടെ സ്റ്റേറ്റർ കോറിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അത് എന്താ പറയാ ഇൻഡ്യൂസ് ചെയ്യും. ആൻഡ് ഇത് എങ്ങനെയാ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൂടെ പറയാം. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടെ നമ്മൾ നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്നത് പോലെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണെന്നും പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാറുണ്ട്. ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണെന്ന് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറില്ല. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അതിന് നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഡിവൈസിന്റെ ആവശ്യമുണ്ട്. ബട്ട് അൺലൈക്ക് അതർ ഡിവൈസസ് നമുക്ക് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാൻ വേണ്ടി റീസൺ വേറൊന്നുമല്ല, ഇതിന്റെ ത്രീ ഫേസ് വൈൻഡിങ്സ് ഒരു എന്താ പറയാ 120 ഇലക്ട്രിക്കൽ ഡിഗ്രീസ് അപ്പാർട്ടാണ് അത് എന്താ പറയാ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു AC സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും AC സപ്ലൈ അതിൽ കൊടുക്കുന്ന സമയത്ത് ഇതില് എന്താ പറയാ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് എനർജൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് വൈൻഡിങ് ഉണ്ടല്ലോ.
സോ ഇതിന്റെ ഒരു റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് മൂന്ന് ഡയറക്ഷനിലോട്ട് 120 ഡിഗ്രീസ് അപ്പാർട്ട് ആയിട്ട് മൂന്ന് വൈൻഡിങ്സ് ഉണ്ട്. ആ മൂന്ന് വൈൻഡിങ്സിലും എന്താ പറയുക നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഇതിന്റെ ഒരു റിസൾട്ടന്റ് ഒരു വാല്യൂ വരുന്നുണ്ടാവും, ഒരു വാല്യൂ വരുന്നുണ്ടാവും, അതിനൊരു പൊസിഷനും ഉണ്ടാവും. അപ്പൊ ഇത് നമ്മുടെ ഈ സൈക്കിൾ നോക്കുകയാണെങ്കിൽ, ഒരു സപ്ലൈയുടെ എന്താ പറയാ സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സിനുസോയിഡൽ വേവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ ഇലക്ട്രിക്കൽ ഡിഗ്രീസ് വരുമ്പോൾ ഇപ്പൊ 0 45 ഡിഗ്രി 90 ഡിഗ്രി 120 ഡിഗ്രി ഇങ്ങനെ ഓരോ പൊസിഷനിൽ വരുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ ഓരോ ആ എന്താ പറയാ അതിന്റെ സൈക്കിളിലെ ഓരോ ടൈം പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും എന്താണ് ഇതിന്റെ വാല്യൂസും കാര്യങ്ങളും എല്ലാം മാറുമല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് റിസൾട്ടന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇത് ബേസിക്കലി മൂവ് ചെയ്യുന്നതല്ല, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതല്ല, അതിന്റെ റിസൾട്ടന്റ് വാല്യൂവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ സീറ്റ് ഓഫ് ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഷിഫ്റ്റിംഗ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ. ഒന്നിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. അപ്പൊ അതിനെ നമ്മൾ അതിന്റെ ഹോൾ സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഫുൾ എന്താ പറയാ സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അത് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചു വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പൊസിഷൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇത് നമ്മൾ എന്താണ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ മാഗ്നറ്റിക് ഫീൽഡ് ചുമ്മാ ഇടന്ന് അങ്ങനെ കറങ്ങുന്നതല്ല, ഈ റിസൾട്ടന്റ് ഫീൽഡ് അതിന്റെ പൊസിഷൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇത് 120 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഗ്രീസിൽ എന്താണ് പറയുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്ന ത്രീ ഫേസ് വൈൻഡിൽ കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വരുന്നതും ഇത് എന്താ പറയുക സെൽഫ് സ്റ്റാർട്ടിങ് ആവുന്നതും. ഓക്കെ, അല്ലാത്ത പക്ഷേ ഇത് സെൽഫ് സ്റ്റാർട്ടിങ് ആവത്തില്ല, ഈ ഒരു വേരിയേഷൻസ് വരത്തില്ല. കാരണം ഒരു സിംഗിൾ ഫേസ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റിന്റെ പൊസിഷൻ മാറത്തില്ലല്ലോ. ഓക്കെ, സോ അതിന് നമുക്ക് ഈ പറയുന്ന പോലെ വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡിവൈസോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ചെയ്താൽ മാത്രമേ സിംഗിൾ ഫേസ് വൈൻഡിങ്ങിൽ ഈ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. കാരണം ഒരു ഫേസ് ഷിഫ്റ്റ് വേണം. ഇതിപ്പോ മൂന്ന് ഫേസ് ഉള്ളത് കൊണ്ട് ഫേസ് ഷിഫ്റ്റ് ഓൾറെഡി ഉണ്ട്. റിസൾട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലക്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് മാറും. ഇതില് അല്ലാത്ത പക്ഷം അതിൽ മാറത്തില്ല, കാരണം ഒരു വൈൻഡിങ് മാത്രം ആയിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ഫ്ലക്സിന്റെ സീറ്റിംഗ് പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെയാണ് നമ്മൾ സിൻക്രണസ് സ്പീഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ NS എന്നും പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പളും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണോ എന്നൊക്കെ ഉള്ളത് ഇതാണ് നമുക്ക് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ മോട്ടറിന്റെ റൊട്ടേഷൻ ലെൻസസ് ലോ വേണം. നമ്മൾ പറയുമല്ലോ ആ ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഇതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ആ ഒരു EMF ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കറണ്ട് ഫ്ലോ റോട്ടറിൽ ഉണ്ടാവാൻ റീസൺ ആയ കാരണത്തിന് നമ്മൾ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മൂവ് ചെയ്ത് തുടങ്ങും, ഒരു ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ ലെൻസസ് ലോ കാരണം ഇങ്ങനെ ഒരു എന്താ പറയാ ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യും, ആ ഒരു ഇൻഡക്ഷൻ മോട്ടോർ മൂവ് ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞു. ആ റോട്ടർ സൈഡ് മൂവ് ചെയ്ത് തുടങ്ങുന്നത് ഏതിനനുസൃതമായിട്ടാണ് നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നുണ്ടാവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്താ പറയാ ഇതിന് കാരണമായിട്ടുള്ള ആ ഒരു റീസൺ നമുക്ക് അതിനെ ഒപ്പോസ് ചെയ്യണമല്ലോ. സോ ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ പോയാൽ മാത്രമാണ് അതിന്റെ എന്താണ് പറയാ ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് അതേ സൈഡിൽ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓപ്പോസിംഗ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കട്ട് ചെയ്യും. സോ അതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങത്തില്ല, ഇത് സെയിം ഡയറക്ഷനിൽ തന്നെ കറങ്ങുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, മൂവ് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിനോടൊപ്പം പിടിക്കാനായിട്ട് അത് നോക്കുന്നതാണ്, ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഈ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ റോട്ടോർ സൈഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരിക്കലും അതിന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ക്യാച്ചപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ക്യാച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. സോ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അതിനെ അസിൻക്രണസ് മോട്ടോർ എന്ന് ഉള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് സോ ഈ രീതിയിലാണ് നമ്മുടെ അതിന്റെ വർക്കിംഗ്, നമ്മുടെ എന്താ പറയാ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതും ആ ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ റോട്ടറും സ്റ്റേറ്ററും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഉള്ളത്
ഈ ഒരു രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റർ, റോട്ടർ, ഇതാണ് നമ്മുടെ മെയിൻ രണ്ട് പാർട്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അതില് സ്റ്റേറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പേര് പോലെ തന്നെ അത് പേര് സൂചിപ്പിക്കുന്ന പോലെ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഒരു മെയിൻ ഒരു ഫ്രെയിം ഉണ്ടാവും. അപ്പൊ അത് മെയിൻ ആയിട്ട് നമ്മുടെ സ്റ്റീൽ, ഓക്കെ, ഒരു ഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ ഒരു ഡൈക്കാസ് മെയ്ഡ് മോഡൽ ആയിരിക്കും അതിന്റെ ഒരു എന്താ പറയാ സ്റ്റേറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഔട്ടർ കവറിംഗ് ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്റ്റേറ്റ് കോറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആൻഡ് ഈ സ്റ്റേറ്റ് കോർ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമിനേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമറിനെ എടുത്ത് പറഞ്ഞതുപോലെ ലാമിനേറ്റഡ് ആയിട്ടുള്ള സിലിക്കൺ സ്റ്റീൽ ഷീറ്റ്സ് വെച്ചിട്ട്, ഓക്കെ, 0.5 mm തിക്നെസ്സിലുള്ള ലാമിനേറ്റഡ് ആയിട്ടുള്ള സിലിക്കൺ സ്റ്റീലിന്റെ ഷീറ്റ്സ് ആയിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് കോർ വരുന്നത്. ആൻഡ് ഇതിന്റെ ഇന്നർ ആയിട്ടുള്ള പോർഷനിൽ നമുക്ക് എന്താണ് സ്ലോട്ട്സ് ഉണ്ടാവും. ഈ സ്ലോട്ട്സിലാണ് നമ്മൾ എന്താ വൈൻഡിങ്സും കാര്യങ്ങളൊക്കെ, നമ്മൾ കണ്ടക്ടേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പോ ഈ എന്താ പറയാ നമ്മുടെ ഈ ലാമിനേറ്റഡ് അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീൽ ഷീറ്റ്സ് യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ട്രാൻസ്ഫോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ. അതായത് എഡി കറന്റ് ലോസ് കുറയ്ക്കാന്, അല്ലെങ്കിൽ എഡി കറൻസ് കാരണമുള്ള ആ ഹീറ്റ് ഡിസിപ്പേഷൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാമിനേറ്റ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ഈ പറയുന്ന പോലെ അകത്തുള്ള ഗ്രൂവ്സ് അല്ലെങ്കിൽ സ്ലോട്ട്സിലായിരിക്കും നമ്മൾ വൈൻഡിങ്സ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് സ്റ്റേറ്റർ വൈൻഡിങ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്താണ് 120 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഗ്രീസ് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും സ്റ്റേറ്റർ വൈൻഡിങ്സ് ഉണ്ടാവുന്നത്. ആൻഡ് അത് 3 ഫേസ് വൈൻഡിങ്സ് ആണ്. അത് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടായിരിക്കാം സ്റ്റേറ്റ് വൈൻഡിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അത് ത്രൂ ആയിരിക്കും സപ്ലൈ വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്ററിലേക്ക് സപ്ലൈ കൊടുക്കുന്നു, അത് ചാർജ്ഡ് ആവുന്നു, അതിൽ എന്താണ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് നമ്മുടെ സ്റ്റേറ്ററിന്റെ അകത്തായിട്ട് ഉള്ള പോർഷനിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് സ്റ്റേറ്ററിന്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്നർ കോൺസെൻട്രേറ്റ് അതിന്റെ ഇന്നർ പോർഷനിലായിരിക്കും നമ്മൾ റോട്ടർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ റോട്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എടുത്ത് നോക്കാം. റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ റോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണ് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലെ. അപ്പോൾ നമ്മൾ സ്റ്റേറ്ററിന്റെ അകത്തുള്ള ആ ഒരു പോർഷനിൽ, അതായത് നമ്മുടെ സ്റ്റേറ്ററിലെ 3 ഫേസ് വൈൻഡിങ് കാരണം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ RMF ഉണ്ടല്ലോ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ അതിന്റെ വിസിനിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ അകത്തായിട്ട് വരുന്ന രീതിയിലായിരിക്കും, അതിന്റെ പ്രസൻസിനകത്ത് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ റോട്ടർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അതൊരു എന്താ പറയാ നമ്മുടെ ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ലാമിനേറ്റഡ് കോർ ആയിരിക്കും ഈ റോട്ടർ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇത് അതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിൽ സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഒരു ഷാഫ്റ്റും ഉണ്ടാവും, കാരണം മൂവ്മെന്റിന് വേണ്ടിയിട്ട്. സോ അതായത് നമ്മുടെ RMF കാരണം ഈ റോട്ടറിൽ എന്താ പറയാ ഫ്ലക്സ് കോൺസ്റ്റന്റ് ഫ്ലക്സ് ഈ എന്താ പറയാ നമ്മുടെ റോട്ടറിൽ കട്ട് ചെയ്യുന്നു. അത് കാരണം ഒരു EMF അവിടെ ജനറേറ്റ് ചെയ്യുന്നു. EMF ജനറേറ്റ് ചെയ്യുന്ന കാരണം തന്നെ എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നു, ജനറേറ്ററിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കാരണം അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. ഈ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അത് ജനറേറ്റ് ആവാനുള്ള ആ കാരണത്തിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്നു. സോ ആ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഷാഫ്റ്റിന് അക്രോസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഷാഫ്റ്റിന് ചുറ്റുമായിട്ടായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഷാഫ്റ്റോട് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ റോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതിയിൽ അതിന്റെ കൺസ്ട്രക്ഷൻ പറയാം. ഒന്ന് സ്ക്വിറൽ കേജ് റോട്ടറും, രണ്ടാമത്തത് സ്ലിപ്പിംഗ് മോഡലായിട്ടുള്ള വൗണ്ട് റോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്ക്വിറൽ കേജ് മോട്ടോർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു റോട്ടർ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് എന്താ പറയാ നമ്മുടെ ടോർക്ക്, ഓക്കെ, അത്ര ആവശ്യം വരുന്നില്ലാത്ത കേസുകളിലും കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലും സ്ക്വിറൽ കേജ് യൂസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഹൈ ടോർക്ക് ആവശ്യമുള്ള സിനാരിയോയില്, അതേപോലെ തന്നെ നമ്മുടെ സ്പീഡ് വേരിയേഷൻസ്, സ്പീഡ് കൺട്രോളിങ് നമുക്ക് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന വൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ്പിംഗ് റോട്ടർ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം. കൂടുതലും നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഒരു 70 to 80% ഇൻഡസ്ട്രിയൽ പർപ്പസിലും,
നമ്മൾ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, അതായത് നമ്മുടെ ഫാന്, വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫാന്, പമ്പ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്വിറൽ കേജ് റോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, എലിവേറ്റർ അല്ലെങ്കിൽ കൺവേയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടോർക്ക് കൂടുതൽ ആവശ്യമുള്ള ഒരു എന്താ പറയാ ആപ്ലിക്കേഷൻസ് ആണ് അതൊക്കെ. അപ്പൊ അതിന് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ടൈപ്പ് ആയിട്ടുള്ള റോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതില് സ്ക്വിറൽ കേജിൽ വരുന്ന വെച്ചാൽ ഇതിന്റെ എൻഡിൽ വന്നിട്ട് ഈ സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സ്ലോട്ട്സിൽ നമ്മൾ വൈൻഡിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം കൂടെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് എന്താണ് ഷോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സ്ക്വിറൽ കേജ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. അറ്റ് സെയിം ടൈം നമ്മുടെ സ്ലിപ്പ് റിംഗിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ എൻഡ്സ് നമ്മൾ എടുത്തിട്ട് ത്രൂ ബ്രഷസ് ഈ ഷാഫ്റ്റിനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്താണ് സ്ലിപ്പ് റിംഗ്സിലായിട്ടായിരിക്കും ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ ആ രീതിയിൽ ഒരു എന്താ പറയുക ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടാവുക. അത് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ എന്താ പറയുക ടോർക്കിന്റെ എന്താ പറയുക ഹൈ ടോർക്ക് അതിലേക്ക് വരുന്നത്. സെയിം ടൈം സ്ക്വിറൽ കേജിൽ ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു നോർമലി നമ്മുടെ ഒരു എന്താ പറയാ ലോ ടോർക്കിൽ ഉള്ള എന്നാൽ സ്പീഡ് വേരി ചെയ്യാത്ത, ഇപ്പോൾ നമ്മുടെ അസിൻക്രണസ് മോട്ടോർ ആണെങ്കിൽ പോലും ആ സ്പീഡ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകും. കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ ആയിരിക്കും അത് പൊയ്ക്കൊണ്ടിരിക്കുക. അൺലെസ് അതർവൈസ് ഹെവി ലോഡ് വരാത്തിടത്തോളം അത് ആ ഒരു സ്പീഡിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുക. ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ക്വിറൽ കേജ് മോട്ടോറിൽ സ്പീഡ് നമുക്ക് എന്താ പറയുക വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഫ്രീക്വൻസി റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. സെയിം ടൈം വൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ടൈം റോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് വേരി ചെയ്തതിന് ശേഷം അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് സ്പീഡ് കുറയ്ക്കാനും എല്ലാം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇനിഷ്യൽ ആ ഒരു ഹൈ ടോർക്ക് നമുക്ക് വേണ്ട ആ റിക്വയർമെന്റിന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഒരു കോൺസ്റ്റന്റ് അതിന്റെ സ്പീഡ് നമുക്ക് വേരി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്പീഡിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഈ രീതിയിലാണ് രണ്ട് ടൈപ്പ് റോട്ടോറിന്റെയും ഒരു യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മുടെ സ്ക്വിറൽ കേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്യൂഡ് ആയിട്ടായിരിക്കും നമ്മൾ റോട്ടോസ്, ഓക്കെ, സ്ക്യൂഡ് ആയിട്ടായിരിക്കും നമ്മൾ അതിന്റെ റോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അതായത് ചെറിയൊരു അലൈൻമെന്റിലുള്ള വേരിയേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ റീസൺ വേറൊന്നുമല്ല, അത് സ്ക്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ലോക്കിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. മാഗ്നറ്റിക് ലോക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോട്ടോ വൈൻഡിങ്സും അതുപോലെ അല്ലെങ്കിൽ റോട്ടോ സ്ലോട്ട്സിന്റെയും സ്റ്റേറ്ററിലുള്ള സ്ലോട്ട്സിന്റെയും നമ്പർ സെയിം ആണെങ്കിൽ, അതല്ലെങ്കിൽ ഒന്നിന്റെ ഒരു എന്താ ഇൻഡിജർ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒന്നില് ഇപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റർ സ്ലോട്ട്സ് എന്ന് പറയുന്നത് ഒരു 5 എണ്ണവും അതേപോലെ റോട്ടോ സ്ലോട്ട്സ് എന്ന് പറയുന്നത് 10 എണ്ണം ആണെങ്കിൽ ഇപ്പോൾ ഇൻറ്റു 2 ആണല്ലോ. സോ ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ വരുന്ന രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ലോക്കിങ്ങിനുള്ള ചാൻസസ് ഉണ്ടാകും. അതായത് റോട്ടോറിന്റെ ടീത്തും സ്റ്റേറ്ററിന്റെ ആ ടീത്സും തമ്മിൽ എന്താണ് മാഗ്നറ്റിക്കലി ലോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. ഒരു എന്താ അട്രാക്ഷൻ കാരണം, അതായത് നമ്മുടെ മാഗ്നറ്റിക് അട്രാക്ഷൻസ് ഉണ്ടല്ലോ, അത് കാരണം ഇത് ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് രണ്ടും ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ സ്റ്റാർട്ട് ആവത്തില്ല. ഇങ്ങനെ ഒരു ഹമ്മിങ് നോയ്സ് കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ആകത്തില്ല. എക്സാമ്പിൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈ ട്രെയിനിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കേ ഈ ട്രെയിനിലുള്ള ഫാൻ ഉണ്ടല്ലോ, ആ ഫാന് ചില സമയത്ത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ആവത്തില്ല. ചെറിയൊരു ഹമ്മിങ് നോയ്സ് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു പേനായിട്ടോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കറക്കുമ്പോഴത്തേക്കും ആയിരിക്കും അത് എന്താ പറയാ ഓൺ ആവുക അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇത് പലപ്പോഴും മറ്റേ മാഗ്നറ്റിക് ലോക്കിംഗ് നടക്കുന്നതും ഉണ്ടാകും. ഓക്കെ. അതല്ലെങ്കിൽ ഈ ബെയറിങ്സും കാര്യങ്ങളൊക്കെ വീക്കായി തുടങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ ഈ ഒരു എന്താ പറയാ നമ്മുടെ സ്ക്യൂയിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ട്, ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹമ്മിങ് നോയ്സും അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ലോക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ സ്ക്യൂയിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതായത് പാരലലി ഉള്ള റോട്ടോ സ്ലോട്ട്സും സ്റ്റേറ്റർ സ്ലോട്ട്സും ആണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഒന്ന് പ്രോപ്പർ ആയിട്ടാണെങ്കിൽ അതിന് പാരലായിട്ട് വരാത്ത രീതിയിൽ ചെറിയ ചരിവ് കൊടുത്തിട്ട്, സ്ക്യൂയിങ് എന്ന് പറയാൻ വേറൊന്നുമല്ല, ആ പാരലലി വരുന്നതിന് വരെ കുറച്ച് ചരിച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. ആ രീതിയിൽ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, എക്സാക്ട് പാരലി ആ ഒരു എന്താ പറയാ രണ്ടും ഒരേ രീതിയിലാവണില്ല. ഓക്കെ.
സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ലോക്കിംഗ് വരാത്ത രീതിയിലായിരിക്കും അത് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യാത്ത സിറ്റുവേഷൻ വരത്തില്ല, ഹമ്മിങ് നോയിസ് വരത്തില്ല, ലോക്കിംഗ് നടക്കത്തില്ല. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഈ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സ്ലിപ്പ് റിംഗ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന നമ്മുടെ വൈൻഡിങ്സ് എന്ന് പറയുന്നത്, റോഡോ വൈൻഡിങ്സ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും കൂടുതലും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലോട്ട്സിന്റെ, ഓക്കെ, സ്റ്റേറ്റസ് സ്ലോട്ട്സും റോട്ടോ സ്ലോട്ട്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടൊക്കെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ സ്ക്യൂയിങ് മാത്രമായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്, ഈ സ്റ്റേറ്റർ ബോൾസും റോട്ടോ ബോൾസിന്റെ ഒക്കെ മീൻ സ്ലോട്ട്സിന്റെ കൗണ്ട് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്താറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. കൂടുതലും സ്ക്യൂയിങ് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഒരു സ്ക്യൂറൽ കേജ് മോട്ടോറിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞല്ലേ, അതായത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അല്ലെ, ഷോർട്ട് ചെയ്യും അതിന്റെ വൈൻഡിങ്സ് നമ്മൾ എൻഡ് റിങ്സിലേക്ക് ഷോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതേസമയം സ്ലിപ്പിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റോട്ടോ ഷാഫ്റ്റിൽ മൗണ്ടഡ് ആയിട്ടുള്ള സ്ലിപ്പ് റിങ്സിൽ അതാത് വൈൻഡിങ്സ് എന്താണ് നമ്മൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ നേരെ ചെയ്യുന്ന വെച്ചാൽ ത്രൂ ബ്രഷസ്, ഓരോ ബ്രഷസിൽ നിന്ന് നമ്മൾ എന്താണ് റിയോസ്റ്റാറ്റിലേക്ക്, അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് നമ്മൾ കണക്ഷൻസ് പോകും. അപ്പൊ ഈ എന്താ പറയാ, നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ റിയോസ്റ്റാറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ടോർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വേരി ചെയ്യും. നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് കൂടുതൽ ടോർക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുത്ത് സ്റ്റാർട്ടിംഗ് കറണ്ട് കുറച്ച് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വൺസ് നമ്മൾ ആ ടോർക്ക് ബിൽഡ് ചെയ്ത് അത് മൂവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം, ആ മോട്ടോർ സ്പീഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ പയ്യെ എന്താണ് റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ ആ സ്പീഡ് എപ്പോഴാണ് അഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ ലോഡ് കൂടുമ്പോഴായിരിക്കും പിന്നെ സ്പീഡ് കുറയുന്നുണ്ടാവും. എപ്പോഴും ഇൻഡക്ഷൻ മോട്ടോറിൽ നോർമലി അത് എന്താ പറയാ, സ്പീഡ് കോൺസ്റ്റന്റ് സ്പീഡ് എന്നുള്ള രീതിയിലാണ്, സിൻക്രണസ് ആണെങ്കിലും കോൺസ്റ്റന്റ് സ്പീഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് പയ്യെ അതൊന്ന് സ്ലോ ആയി തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു നോർമൽ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ, ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, റഗഡ് ആണ്, അല്ലെങ്കിൽ റോബസ്റ്റ് ആണെന്ന് പറയുന്നത്. അതായത് വേറൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ, ഒരു വേറെ ടയറോ വരുന്ന രീതിയിലോ അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അധികം മെയിൻ്റനൻസ് വരാത്ത രീതിയിലുള്ള റഗഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. നമുക്കത് എന്താ പറയുക, കുറച്ച് സ്റ്റേഡിയാണ്, ആ രീതിയിലുള്ള നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ അതേസമയം സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് പ്രീവിയസ് ഇൻഡക്ഷൻ മോട്ടോറിൽ വരുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ നേരത്തെ പറഞ്ഞു, മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എഫിഷ്യൻസി വളരെ കൂടുതലാണ്, ബെറ്റർ പവർ ഫാക്ടർ ആണ്. അത് അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം എക്സ്പെൻസീവും അല്ല. പിന്നെ അതേപോലെ എന്താണ്, അത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് സെൽഫ് സ്റ്റാർട്ടിംഗ്, അല്ലാത്തത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഓക്കെ. ആൻഡ് ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കൺട്രോൾ. ഓക്കെ, കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് കൺട്രോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ. ആൻഡ് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് വരുന്ന, ഓക്കെ, ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് വരുന്ന എന്താ പറയാ, നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവായിട്ടുള്ള ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ റേറ്റിംഗ് കറണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 4 to 8 ടൈംസ്. ഓക്കെ, അതിന്റെ കറണ്ട് വരുമ്പോഴത്തേക്കും, അതിന്റെ ഇനിഷ്യൽ കറണ്ട് വരുമ്പോഴത്തേക്കും എന്താണ് 4 to 8 ടൈംസ് ഒക്കെയാണ് വരാറുള്ളത്. ആൻഡ് ഇതേപോലെ തന്നെ അതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ലാഗിങ് ആയിരിക്കും ലൈറ്റ് ലോഡ്സ് വരുന്ന സമയത്ത്. ആൻഡ് പവർ ഫാക്ടർ, ഓക്കെ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പവർ ഫാക്ടർ പലപ്പോഴും എന്താണ് 0.3 to 0.5 ലാഗിങ്ങിലൊക്കെ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഇത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് അങ്ങനെയുള്ള രീതിയിലൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യേണ്ടത് ഈ സ്ലിപ്പിംഗ് മോട്ടോഴ്സ് ആയിരിക്കണം. ഓക്കെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ സിംഗിൾ റഗഡ് കൺസ്ട്രക്ഷൻ, ലെസ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ എന്താ പറയാ, സ്കിറിൽ കേജ് മോട്ടോറിന്റെ സൈഡിൽ നമുക്ക് പറയാം.
അതേസമയം ഈ സ്പീഡ് കൺട്രോളിന്റെ ഡിസഡ്വാൻറ്റേജ് സ്ക്വിറൽ കേജിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്പീഡ് കൺട്രോളിങ് ആവശ്യങ്ങളുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, സ്ലിപ്പിംഗ് മോട്ടോഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഹൈ ടോർക്ക് വരേണ്ട സ്ഥലത്ത് അവിടെ ഈ പറയുന്നത് പോലെ എന്താണ്, നമുക്കൊരു കോൺസ്റ്റന്റ് സ്പീഡ് വേണോ നിർബന്ധമില്ല, ഇനിഷ്യലി ഹൈ ടോർക്കിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്ലിപ്പിംഗ് മോട്ടോഴ്സ് യൂസ് ചെയ്യാം. സോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ എന്താ പറയുക, ബെനിഫിറ്റ്സ് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് അത് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ആൻഡ് ഒരു ജനറലി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീച്ചർ വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ടോർക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ സ്ക്വിറൽ കേജ് മോട്ടോർ കമ്പാരിറ്റീവ്ലി എന്താണ് കൺസ്ട്രക്ഷൻ വൈസ് സിമ്പിളും റോബസ്റ്റും ആണ്. നേരത്തെ പറഞ്ഞ റഗഡായിട്ടുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് സ്ലിപ്പിംഗ് മോട്ടോർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ. ഈ നമ്മുടെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കണം നിർബന്ധമില്ല. സ്ലിപ്പിംഗ് മോട്ടോർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അതേപോലെ നമ്മൾ കുറച്ചുകൂടെ ലെസ് എക്സ്പെൻസീവ് ആണ് ഏതെന്ന് പറഞ്ഞു സ്ക്വിറൽ കേജ് മോട്ടോർ. ഓക്കെ. സെയിം ടൈം സ്ലിപ്പിംഗ് മോട്ടോർ എന്ന് പറയുന്നത് കുറച്ച് എന്താണ് എക്സ്പെൻസീവ് ആണ് ഡ്യൂ ടു ഇറ്റ്സ് കോംപ്ലക്സിറ്റി കൂടുതൽ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അതിന് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു സ്ക്വിറൽ കേജ്. പിന്നെ അതുപോലെ ലോ ടോർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വിറൽ കേജ് യൂസ് ചെയ്യാം, ഹൈ ടോർക്ക് ആണെങ്കിൽ സ്ലിപ്പിംഗ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ എന്താണ് നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമ്മുടെ സ്ക്വിറൽ കേജിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ടോർക്ക് നമുക്ക് വേരിയേഷൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അല്ലെങ്കിൽ ടോർക്ക് കൂട്ടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലിപ്പറിംഗിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ആൻഡ് മെയിൻ്റനൻസ് 3-phase ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്ക്വിറൽ കേജിൽ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സീറോ തന്നെയാണ്. കാരണം അത്രയും സിമ്പിളും റഗഡ് കൺസ്ട്രക്ഷനുമാണ്, മെയിൻ്റനൻസ് കുറവാണ്, വേറെ വേറാൻ ടയറും കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്ലിപ്പിംഗ് മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ അതിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് സ്ലിപ്പിങ്ങിനോട് ചേർന്ന് ബ്രഷസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ബ്രഷസ് വരുന്ന സ്ഥലത്തൊക്കെയാണ് എപ്പോഴും വേറാൻ ടയർ കൂടുതൽ വരിക. സോ ബ്രഷസ് വരുന്നത് നമ്മുടെ സ്ലിപ്പറിംഗിലായതുകൊണ്ട് അതിനാണ് കൂടുതലും ശരിയെങ്കിൽ എന്താണ് മെയിൻ്റനൻസ് വരുന്നത്. ഈ ബ്രഷും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താ റീപ്ലേസ് ചെയ്യേണ്ടി വരും വേറാൻ ടയർ വരുന്നതുകൊണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ സ്ക്വിറൽ കേജിൽ വരുന്നില്ല. ഓക്കെ. കാരണം അതിൽ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് അത് കമ്പാരിറ്റീവ്ലി ലോ മെയിൻ്റനൻസ് ആണ്. സോ ഇപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു മിക്സഡ് ആയിട്ട് ജനറലൈസ് ചെയ്ത് വേണം നോക്കേണ്ടത്. അതായത് 3-phase ഇൻഡക്ഷൻ മോട്ടോറിന്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ഒന്ന് നോക്കേണ്ടത്. അതിൽ കുറച്ച് എന്താണ് നമ്മുടെ സ്ക്വിറൽ കേജിന്റെ പ്ലസസ് ആയിരിക്കാം, ചിലത് അതിന്റെ മൈനസസ് ആയിരിക്കും. അതേപോലെ തന്നെ ചില അഡ്വാൻറ്റേജസ് സ്ലിപ്പിങ്ങിന്റെ ആണ്, ചിലത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ലിപ്പിങ്ങിന്റെ ആയിരിക്കും. ആ ഒരു രീതിയിൽ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ.